ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിച്ചു വരുത്തുകയും ചെയ്യുന്ന, അതാണ് അബ്രഹാമിനെ ദൈവം കൊടുത്തത്. ഇല്ലാത്ത തലമുറയില്ലാത്ത അബ്രഹാമിന് ദൈവം തലമുറയെ കൊടുക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. അതും തൻ്റെ ജീവിതത്തിൽ ഏറ്റവും പ്രായം ചെന്ന ഒരു മനുഷ്യനും, അത് ദൈവം നമ്മളെ ഒരു അബ്രഹാമിനെ ഒരു എക്സാമ്പിളാക്കി വെച്ചിരിക്കുകയാണ്. നമ്മുടെ എല്ലാം വ്യക്തിപരമായ ജീവിതത്തിൽ അബ്രഹാമിനെ കുറിച്ചുള്ള പ്രസംഗങ്ങളും അബ്രഹാമിൻ്റെ ജീവിതത്തിൽ നടന്നത് ബൈബിളിൽ നമുക്ക് കാണിച്ചു തരുന്നത്, ഈ അവസ്ഥയിലായിരുന്നാൽ പോലും അബ്രഹാമിന് ഒരു സന്തതിയെ ദൈവം കൊടുത്തുവെങ്കിൽ നമുക്കും അതുപോലെ തന്നെ നമ്മുടെ ലൈഫിൽ പ്രത്യാശ നഷ്ടപ്പെട്ട് പ്രായമേറിയാൽ പോലും നമ്മളോട് ദൈവം പറഞ്ഞ വാഗ്ദത്തങ്ങൾക്ക് മരണമില്ല. ആ വാഗ്ദത്തം പറഞ്ഞവനും മരണമില്ല, വാഗ്ദത്തങ്ങൾക്കും മരണമില്ല. അത് ചെയ്യാൻ ദൈവം നമ്മൾ ശക്തനാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതുപോലെ മരിച്ച ഒരു ഭവനത്തിനകത്ത് ദൈവം ചെന്നാൽ, ദൈവം പോയാൽ എന്ത് സംഭവിക്കും? ലാസർ മരിച്ചവനായിരുന്നു. 4 ദിവസമായി ആ മരണഭവന ദുഃഖഭവനത്തിനകത്ത് യേശുക്രിസ്തു ചെന്നത് എന്തിനാണെന്നറിയാമോ? പ്രൈസ് ദി ലോർഡ്. അവിടുത്തെ പയറും കഞ്ഞിയും കുടിക്കാനല്ല, അവിടെ ആ മരണ വീട്ടിൽ ചെന്ന് അവരെ കൂടെ ചേർന്നിരുന്ന് കരയാനല്ല അവിടെ പോയത്. നമ്മളൊക്കെ ആണെങ്കിൽ ദുഃഖഭവനത്തിൽ പോകുന്ന ആനന്ദഭവനത്തിനേക്കാൾ ദുഃഖഭവനത്തിൽ പോകുന്ന നല്ലതെന്ന് പറഞ്ഞ് അവിടെ ചെന്നിരുന്ന് അവരെ ആശ്വസിപ്പിക്കാനേ നമുക്ക് പറ്റൂ. പക്ഷെ യേശു പോയത് ആശ്വസിപ്പിക്കാനല്ല, അവർക്ക് നഷ്ടപ്പെട്ടതിനെ തിരിച്ചു വിളിച്ചു കൊടുക്കാനാണ്. അത് ഈ ഭൂമിയിൽ, ഈ ലോകത്ത് ക്രിസ്തുവിൽ കൂടി അല്ലാതെ മറ്റൊന്നിലൂടെയും സാധിക്കുകയില്ല. ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ രക്ഷിക്കപ്പെടുവാൻ, രക്ഷ പ്രാപിപ്പാൻ ഒരു നാമമേ ഉള്ളൂ, അത് യേശുവിൻ്റെ നാമം.